ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയ സ്പൈസ് വേൾഡ്. ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എത്ര വരെയായി? ഇനിയിപ്പോൾ കഷ്ടി ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സോക്ക് ചെയ്ത നട്ട്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാലോ? സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കേക്കിൻ്റെ പണി നമുക്ക് മെല്ലെ തുടങ്ങിയാലോ? കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ടിന്നിനെ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. നമ്മളിപ്പോൾ കഷ്ടി 1 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അത് നമുക്ക് വേണ്ടത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. കേക്ക് ടിന്നെ നന്നായിട്ട് ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് അതിനെ ലൈൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേക്കിന് ഒരു കാരമൽ സോസ് ഉണ്ടാക്കണം. കാരമൽ സോസ് ഉണ്ടാക്കാൻ നമുക്കൊരു ഹെവി ബോട്ടം പാൻ വേണം. ആ പാനിലേക്ക് ഒരു 1/4 കപ്പ് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഈ ഷുഗറിനെ ഒന്ന് മെൽറ്റ് ചെയ്യണം. സ്പൂൺ വെച്ചിട്ട് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആ ലോ ഫ്ലെയിമിൽ തന്നെ മെൽറ്റ് ആയിക്കോളും. മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ മെല്ലെ നമ്മൾ എൻ്റെ ഹാൻഡിലുകൊണ്ട് സ്വേൾ ചെയ്ത് നമുക്കൊരു നല്ലൊരു ഡീപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരയ്ക്കും അതിന് വെയിറ്റ് ചെയ്യണം. വൺസ് അത് ഷുഗറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി പിന്നെ നമുക്ക് നല്ല കാരമലിൻ്റെ കളർ വന്ന ഉടനെ സ്റ്റൗവിനെ ഓഫ് ചെയ്യണം. സ്റ്റൗവിനെ ഓഫ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ലൂക്ക് വാം വാട്ടർ, തണുത്ത വെള്ളമല്ല അധികം ചൂടുള്ള വെള്ളമല്ല, ഒരു വാം വാട്ടർ അതിലേക്ക് മെല്ലെ ഒഴിക്കണം. ഒഴിച്ച ഉടനെ നന്നായി അതിനെ അഗെയിൻ സ്വേൾ ചെയ്യണം. ഇങ്ങനെ ചൂടുവെള്ളം ഷുഗറും നന്നായി മിക്സ് ആയതിൻ്റെ ശേഷം നമുക്ക് മെല്ലെ ഒന്ന് സ്റ്റൗ ഓൺ ചെയ്യണം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 to 3 മിനിറ്റ്സ് അതിനെ ബോയിൽ ചെയ്യാൻ വിടണം. 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഈ കാരമൽ സോസ് ഒന്ന് കട്ടിയാവും ചെയ്യും, നല്ല കളറും വരും ചെയ്യും. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിനെ ഓഫ് ചെയ്തിട്ട് കൂളാവാൻ വയ്ക്കാം. കാരമൽ സിറപ്പ് കൂളാവുന്ന സമയത്ത് നമുക്ക് ഈ കേക്കിനുള്ള ഡ്രൈ മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഡ്രൈ മിക്സിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ സോൾട്ട്. മൈദ കഷ്ടി നമുക്ക് 1 കപ്പ് വേണ്ടി വരും. ഒരു പാത്രത്തിൽ ഒരു സീവ് വെച്ചിട്ട് അതിലെ 1 കപ്പ് മൈദ മെല്ലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഫൈനലി ഒരു പിഞ്ച് സോൾട്ട്. അതും കൂടി ഇട്ടിട്ട് 4ഉം ചേർത്തിട്ട് നന്നായി ഒന്ന് സീവ് ചെയ്തെടുക്കണം. സീവ് ചെയ്തിട്ട് പിന്നെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതിനെ ഈ ഡ്രൈ മിക്സിനെ നന്നായി മിക്സ് ചെയ്യണം. ഈ പൊടികൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഫസ്റ്റ്. പിന്നെ അതിൽ നിന്ന് നമുക്കൊരു 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് മെഷർ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് തോന്നുക ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറേ റമ്മുണ്ട് എന്ന് തോന്നിയ ഫസ്റ്റ് ഞങ്ങൾ അതിനെ ഒരു സ്ട്രെയിനറിൽ ആദ്യം സ്ട്രെയിൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. അധികം വാട്ടറി അല്ല, ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഒരു 1.5 കപ്പ് ഡയറക്റ്റ്ലി ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക. മൈദ ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എല്ലാ നട്ട്സ് താഴേക്ക് വന്ന് കിടക്കും, ഒന്നും മേലേക്ക് ഉണ്ടാവില്ല. ഈ നട്ട്സൊക്കെ ഈവൻലി കേക്കിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മൈദ ആഡ് ചെയ്തിട്ട് ഒന്ന് ടോസ് ചെയ്ത് വെക്കണം. ഇനി ഒരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് 3 എഗ്സ് അതിലേക്ക് ഒന്നൊന്നായിട്ട് പൊട്ടിച്ചിടുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട ഒക്കെ റൂം ടെമ്പറേച്ചറിലാവണം. നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഈ മുട്ട യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ഈ 3 മുട്ടേനും നന്നായി ബീറ്റ് ചെയ്യണം.
മുട്ടയൊക്കെ നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവണ വരയ്ക്കും. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ കൈ കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടി സമയവും എഫേർട്ടും കൂടും. മുട്ടയൊക്കെ ഈ പരുവമാവുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടർ നന്നായി റൂം ടെമ്പറേച്ചർ ആയതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ബട്ടർ ആഡ് ചെയ്തതിൻ്റെ ശേഷം തിരിച്ചും നമുക്കൊന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് അടിക്കണം. ജസ്റ്റ് എല്ലാം ഒരു കമ്പൈൻ ആവണ വരയ്ക്കും. ഫൈനലി ഇതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യും. ബ്രൗൺ ഷുഗർ ആവും ബെറ്റർ. അല്ല നിങ്ങൾ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊന്ന് പൗഡർ ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യണം. പിന്നെ തിരിച്ചും എല്ലാം കൂടിയും ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരടിക്ക് അല്ല ആഡ് ചെയ്യരുത്, 2-3 ബാച്ചസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, ബീറ്റർ വേണ്ട. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് ഇതിനെ മെല്ലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിലാണ് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്യുക. ഇതിനെ പറയാം ഫോൾഡ് ആൻഡ് കട്ട് പ്രൊസീജിയർ. എല്ലാ പൊടികളും എല്ലാം ഇതിൽ നല്ല മിക്സ് ആവണ വരയ്ക്കും ഇതിനെ മെല്ലെ ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ലംസ് ഒന്നും ഫോം ആവാൻ പാടില്ല. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും പിന്നെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ നന്നായി എല്ലാം കമ്പൈൻ ആയതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടാറിയ ഈ കാരമൽ സിറപ്പ് ഇതിലേക്ക് മെല്ലെ ഒഴിക്കുക. അതും ഒഴിച്ചതിന് ശേഷം നന്നായി ഒരു പ്രാവശ്യം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും അതും ഇതിലേക്ക് മെല്ലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, എല്ലാം ഒന്ന് കമ്പൈൻ ആയാൽ മതി. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ചോപ്പ് നട്ട്സ് ഇടുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ചോപ്ഡ് കാഷ്യൂ നട്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് ബദാം, അല്ലെങ്കിൽ ബദാം മാത്രം, അല്ലെങ്കിൽ കുറച്ച് വാൾനട്ട്, അത് നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പ്രിഫറൻസ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ജസ്റ്റ് കാഷ്യൂ നട്ട്സ് മാത്രമാണ്. അതിനെ നന്നായി കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അതൊരു 1/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണ്ടേ. അതും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എത്ര പെട്ടെന്നാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അവനെ പ്രീ ഹീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ കേക്കിനെ ബേക്ക് ചെയ്യാൻ പോണത് 160 ഡിഗ്രി സെൽഷ്യസിന്. അപ്പോൾ ഞാനൊരു 10 to 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യും. അവൻ പ്രീ ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് നമ്മൾ ഈ ഗ്രീസ് ചെയ്ത കേക്ക് ടിൻ ഉണ്ടല്ലോ അതിലേക്ക് മെല്ലെ ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്യുക. ഈ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ വല്ല എയർ ബബിൾസാ വല്ലതും സ്ട്രക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് റിലീസാവാൻ വേണ്ടിയിട്ട് തന്നെ മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഞാനിവിടെ കുറച്ച് നട്ട്സ് ഡെക്കറേഷനായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് അല്ല വേറെ എന്ത് വേണമെങ്കിലും ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ അവനും പ്രീ ഹീറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിന് മെല്ലെ ഇതിലേക്ക് വയ്ക്കാം. ഞാനിനി ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 50 മിനിറ്റ്സ് കേക്കിനെ ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സമയം 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ അവൻ. എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്ത സമയം 50 മിനിറ്റ്സ് ആണ്. നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ കൂളിംഗ് റാക്കിൽ വെച്ചിട്ട് കൂളാവാൻ വയ്ക്കാം. കേക്കിനെ ഉടനെ കട്ട് ചെയ്യാൻ പാടില്ല. നന്നായി കൂൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനെ എടുക്കാനേ പാടുള്ളൂ. വാവ്, നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കേക്കൊക്കെ കംപ്ലീറ്റ്ലി കൂളായതിൻ്റെ ശേഷം ഞാൻ ഇനി കാണിച്ചു തരാം ഈ കേക്കിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഐഡിയലി ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ 3 days മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ ഒരു അലുമിനിയം ഫോയിൽ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ഈ ക്ലിഞ്ച് റാപ്പ് ഇട്ടിട്ട് ഈ കേക്കിനെ അതിൻ്റെ മേലെ വെക്കണം.
പിന്നെ ഒരു ചെറിയ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കുക. ഹോൾസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് മെല്ലെ ഒരു 2-3 ടേബിൾ സ്പൂൺ റം ഇതിലേക്ക് ഒഴിക്കണം. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഡ്രൈയേ ആവില്ല, നല്ല മോയിസ്റ്റായിട്ട് നമുക്ക് കേക്കിന് കിട്ടും. ഇപ്പം നമ്മൾ കേക്ക് ഒരു മാസം മുമ്പാ അല്ലെങ്കിൽ ഒരു 2-3 വീക്സ് മുമ്പ് ക്രിസ്മസ് മുമ്പ് തന്നെ ബേക്ക് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ 2-3 ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ഈ കേക്കിന് ഒരു ടേബിൾ സ്പൂൺ റം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കേക്ക് നാശാവില്ല, പ്ലസ് നല്ല മോയിസ്റ്റായിട്ട് ഇരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും റം ഒഴിക്കൽ നിർത്തണം. റം ഒഴിച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായി ക്ലോസ് ചെയ്ത് സീൽ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ എന്ന് കട്ട് ചെയ്യണോ അന്ന് ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 1-2 ആഴ്ച മുമ്പ് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ പിന്നെ എല്ലാ 2-3 ദിവസം കൂടുമ്പോൾ ഒരു സ്പൂൺ റം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് നല്ല മോയിസ്റ്റായിട്ട് തന്നെ ഇരിക്കും. ദേ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി കേക്ക് റെഡിയായി. നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. സോ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ബൈ.